കഴിഞ്ഞ 3 വർഷമായി കട്ടപ്പന നഗരസഭയിൽ ക്ലീൻ സിറ്റി മാനേജരായി ജോലി ചെയ്ത് സ്ഥലം മാറിപ്പോകുന്ന ജിൻസ് സിറിയക്കിന് യാത്രയയപ്പ് നൽകി. നഗരസഭാ ചെയർപേഴ്സൺ ജോയി വെട്ടിക്കുഴി യോഗം ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാപിറ്റൽ കാർ ഫാൻസി ഓപ്പോസിറ്റ് ഗവൺമെന്റ് ട്രൈബൽ സ്കൂൾ കട്ടപ്പന. കട്ടപ്പന നഗരസഭാ ഹാളിൽ വച്ചാണ് യാത്രയയപ്പ് സംഘടിപ്പിച്ചത്. വൈസ് ചെയർപേഴ്സൺ ലീലാമ്മ ബേബി അധ്യക്ഷയായിരുന്നു. ഏറ്റവും മൂല്യബോധമുള്ള ജീവനക്കാരനായിരുന്നു ക്ലീൻ സിറ്റി മാനേജരായി സർവീസിൽ നിന്നും മാറിപ്പോകുന്ന ജിൻസ് സിറിയക്കെന്ന് ചെയർപേഴ്സൺ ജോയി വെട്ടിക്കുഴി യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. കഴിഞ്ഞ 3 വർഷക്കാലം വളരെ സ്തുത്യർഹമായ സേവനം ഈ മുനിസിപ്പാലിറ്റിയിൽ നടത്തി. സ്ഥലം മാറിപ്പോകുന്ന ഏറ്റവും മൂല്യബോധമുള്ള ആ ഒരു ജീവനക്കാരനെയാണ് നമുക്ക് ജിൻസിലൂടെ കാണാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ യാതൊരു ഈഗോയുമില്ലാതെ നമ്മുടെ എല്ലാ വിഭാഗത്തിലുള്ള ആളുകളുമായി ചേർന്ന് നിന്നുകൊണ്ട് എന്നാൽ താൻ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും യാതൊരു പഴവും വരാതെ സർക്കാർ ഉത്തരവുകളെല്ലാം വളരെ കൃത്യമായി പാലിച്ച് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനായിട്ടാണോ ആവശ്യപ്പെടുന്നത് അതിനൊരെണ്ണം പോലും മാറ്റിവെക്കാതെ കൃത്യമായി തൻ്റെ കൂട്ടത്തിലുള്ള എല്ലാവരെയും ചേർത്ത് പിടിച്ച് നിർത്തിക്കൊണ്ട് മുമ്പോട്ട് പോകുവാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടമാണ്. കഴിഞ്ഞ 3 വർഷക്കാലത്തെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് നമുക്ക് ആരോഗ്യരംഗത്ത് വളരെയധികം നമുക്ക് മുന്നേറുവാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ അടുത്ത 1 വർഷം നടത്തേണ്ട പരിപാടികളെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായ ഒരു ആലോചന നടത്തി നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു സമയത്താണ് വളരെ അപ്രതീക്ഷിതമായി ജിൻസ് സ്ഥലം മാറി പോകുന്നത്. ഇപ്പോഴാണ് നമ്മൾ പ്രിയമലയിൽ ഇപ്പോൾ ഡബിൾ ചേംബർ ഇൻസിനറേറ്റർ നമ്മൾ സ്ഥാപിക്കാൻ പോവുകയാണ്. 17-ാം തീയതി നമ്മളതിന് കല്ലിടാൻ കഴിയുന്ന ഒരു സ്ത്രീ നിൽക്കുകയാണ്. ഇടുക്കി ജില്ലയിൽ ആദ്യമായിട്ടാണ് അത്തരത്തിലുള്ള ഒരു പ്രോജക്റ്റ് നടപ്പാക്കുന്നത്. ആ പ്രോജക്റ്റ് നടപ്പാക്കുന്നതിന് വേണ്ടി നമ്മൾ വേറെ സ്ഥലം നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. ആ സ്ഥലമെടുപ്പ് കാര്യങ്ങളിലൊക്കെ വളരെ കൃത്യമായി ഇടപെട്ടുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ നടത്തി. അത് നമ്മുടെ എഞ്ചിനീയറിംഗ് വിഭാഗവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ടെൻഡർ നടപടികളെല്ലാം തീർത്ത് നമ്മുടെ PCBയുടെ അപ്രൂവൽ വാങ്ങിച്ച് അതിൻ്റെ ഒരു ഇംപ്ലിമെൻറ്റേഷനിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇടുക്കി ജില്ലയിലെ ഈ പ്രോജക്റ്റ് നടപ്പാക്കുന്ന ആദ്യത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് കട്ടപ്പന നഗരസഭ. ആ ഒരു നിലയിലേക്ക് ഇതിനെ എത്തിക്കാൻ കഴിയുന്ന ശ്രീ ജിൻസിൻ്റെ ആ ഒരു അതിനകത്തൊരു ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ഒരു പ്രവർത്തനം. ഇപ്പോൾ നമ്മുടെ KSWMPയുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്താൻ പോകുന്ന ഒരു പ്രോജക്റ്റ്, ആ പ്രോജക്റ്റിൻ്റെ തുക എന്ന് പറയുന്നത് ഏതാണ്ട് 44 കോടി രൂപയാണ്. അപ്പോൾ അടുത്ത 1-1.5 വർഷക്കാലം കൊണ്ട് നമുക്ക് തീർക്കേണ്ട അത്തരത്തിലുള്ള ഒരു പദ്ധതി അത് ഈ സംസ്ഥാന ഗവൺമെൻറ്റും അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റുകളുമായി എല്ലാം ബന്ധപ്പെട്ട് വളരെ കൃത്യമായി അതിൻ്റെ ഒരു പ്രോജക്റ്റ് തയ്യാറാക്കി നമുക്ക് മുമ്പോട്ട് നീങ്ങാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നമ്മുടെ അർവശാലയുടെ കാര്യത്തിലാണെങ്കിലും അതോടൊപ്പം തന്നെ നമ്മുടെ ബീച്ചസാണിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇതെല്ലാം നമുക്ക് അടുത്ത 1 വർഷം അല്ലെങ്കിൽ 1.5 വർഷത്തിനൊക്കെ നമുക്ക് പൂർത്തിയാക്കുന്ന പദ്ധതികളാണ്. ഈ പദ്ധതികളുടെ എല്ലാം ഒരു രൂപീകരണത്തിൽ അല്ലെങ്കിൽ അതെല്ലാം ആസൂത്രണം ചെയ്തതിനകത്ത് വളരെ മുഖ്യമായ ഒരു പങ്ക് വഹിക്കുവാനായിട്ട് ജിൻസിനെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ ഇതെല്ലാം നമ്മൾ ചെയ്യുമ്പോഴും ഈ മുനിസിപ്പാലിറ്റിയുടെ മൊത്തത്തിലുള്ള പ്രവർത്തനത്തിന് ഏതെല്ലാം കാര്യത്തിനൊക്കെ അദ്ദേഹത്തിൻ്റെ സേവനം ആവശ്യമുണ്ടോ അതെല്ലാം കൊണ്ട് നൽകാൻ തയ്യാറായിട്ടുണ്ട്. അതിനേക്കാൾ അപ്പുറം എന്ന് പറയുന്നത് ഈ ആരോഗ്യ വിഭാഗവുമായി ബന്ധപ്പെട്ട് വരുന്ന സാധാരണക്കാരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുവാൻ അത് ഏതെങ്കിലും ഒരു നിയമപരമായ തടസ്സം കണ്ടെത്തി അത് കൊടുക്കാതിരിക്കുക എന്നുള്ളതല്ല, ഏതെങ്കിലും മാർഗത്തിലൂടെ എല്ലാവരുടെയും കാര്യം നടത്തി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനൊക്കെ എന്തെങ്കിലും ഒരു പരിഹാര മാർഗം കാണുക എന്നുള്ളത് അത് അദ്ദേഹം അതിനോട് എന്തെങ്കിലും ഒരു മാർഗം കണ്ടുപിടിച്ച് അത് കൊടുക്കും. ഒരുത്തരെയും നിരാശരാക്കി വിടത്തില്ല. എത്രയോ വിഷയങ്ങൾ, എത്രയോ പ്രശ്നങ്ങൾ ആ രീതിയിൽ വേണമെങ്കിൽ നിയമപരമായ തടസ്സം പറഞ്ഞ് പാവപ്പെട്ട ആളുകളൊക്കെ പറഞ്ഞുവിടാമായിരുന്നു. പക്ഷേ ആരെയും പറഞ്ഞുവിടില്ല. അവർക്ക് ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് ഓരോ മാർഗങ്ങൾ കണ്ടുപിടിച്ചതെല്ലാം ചെയ്തു കൊടുത്ത് മുമ്പോട്ട് പോകുമ്പോൾ അതൊരു ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം ഒരു സാമൂഹിക പ്രതിബദ്ധതയോടുകൂടിയുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്.
ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തോമസ് മൈക്കിൾ മുഖ്യപ്രഭാഷണം നടത്തി. നഗരസഭയുടെ ഉപഹാരം ചെയർപേഴ്സൺ ജോയി വെട്ടിക്കുഴിയും നഗരസഭാ ജീവനക്കാരുടെ ഉപഹാരം സെക്രട്ടറി അജി കെ തോമസും കൈമാറി. നഗരസഭാ കൗൺസിലർമാരായ ബീന ടോമി, അഡ്വക്കേറ്റ് കെ ജെ ബെന്നി, കെ ടി ജയൻ, രമേശ് പി ആർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ മുഹമ്മദ് അഫ്സൽ, റവന്യൂ ഇൻസ്പെക്ടർ ധനീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ആത്മവിദ്യാലയമേ ആത്മവിദ്യാലയമേ. ഇതിനകത്തിരുന്ന പുട്ടുപോലെ പുള്ളിയെടുക്കാലോ. എന്റെ പപ്പ ഈ മൂട്ട പോലത്തെ പാട്ട വണ്ടി ഒന്ന് മാറ്റിക്കൂടെ? ഈ വണ്ടി മാറ്റിയിട്ട് ഒരു പരിപാടിയില്ല. അത് നിങ്ങൾ ആലോചിക്കാൻ വേണ്ട. എന്നാ പിന്നെ ഇതൊന്ന് മോഡിഫൈ ചെയ്തുകൂടെ? മോഡിഫൈയോ? അതെന്നാ കുറിച്ചാ? എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഒക്കെ നടത്തി അടിപൊളിയാക്കാം. കാറ് പിന്നെ വേറെ ലെവലാ. എന്നാ വണ്ടി നേരെ ക്യാപിറ്റൽ കാർ ഫാൻസിലോട്ട് കിട്ടും. ജില്ലയിലെ ഏറ്റവും വലിയ കാർ ഫാൻസി ഷോറൂം ക്യാപിറ്റൽ കാർ ഫാൻസി, ഓപ്പോസിറ്റ് ഗവൺമെന്റ് ട്രൈബൽ സ്കൂൾ, കട്ടപ്പന. അത്യാധുനിക ടെക്നോളജിയിൽ വീൽ അലൈൻമെന്റ് ആൻഡ് വീൽ ബാലൻസിംഗ്, വിദഗ്ധരായ ടെക്നീഷ്യൻസ്മാരുടെ സേവനം, ഏറ്റവും വിലക്കുറവിൽ ഇന്ത്യൻ ആൻഡ് ഇമ്പോർട്ടഡ് ടയേഴ്സ്, മ്യൂസിക് സിസ്റ്റം, സീറ്റ് കവർ, പവർ വിൻഡോ, റെക്സിൻ, ഫ്ലോർ മാറ്റുകൾ തുടങ്ങി എല്ലാവിധ ആക്സസറീസുകളും. അങ്ങനെ ക്യാപിറ്റൽ കാർ ഫാൻസിയിലെത്തിയപ്പോ ഞങ്ങളും അടിപൊളിയായി. അമ്പടെ ജിഞ്ചിനാക്കിടി. ക്യാപിറ്റൽ കാർ ഫാൻസി, ഓപ്പോസിറ്റ് ഗവൺമെന്റ് ട്രൈബൽ സ്കൂൾ, കട്ടപ്പന.